ശ്രീലങ്കയുടെ രാഷ്ട്രീയത്തിലെ പരിചയസമ്പന്നനായ നേതാവ് റെനിൽ വിക്രമസിംഘെ. പ്രതിസന്ധി കാലത്ത് പ്രസിഡന്റായയാളും ഇപ്പോൾ അഴിമതി കേസിൽ കുടുങ്ങിയ വ്യക്തിയുമാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം? കാണാം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് വീഡിയോയിൽ. ശ്രീലങ്കയിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് റെനിൽ വിക്രമസിംഘെ. യുണൈറ്റഡ് നാഷണൽ പാർട്ടിയുടെ നേതാവായ അദ്ദേഹം 6 തവണ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2022 സാമ്പത്തിക തകർച്ചയുടെ നടുവിൽ തന്നെ അദ്ദേഹം പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. പ്രസിഡന്റായ ശേഷം അദ്ദേഹം രാജ്യത്തിന്റെ തകർന്ന സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചു. അന്താരാഷ്ട്ര നാണയനിധി അതായത് IMFുമായി കരാർ നേടി. ശ്രീലങ്കയുടെ കടബാധ്യത പുനഃസംഘടന നടപടികൾ ആരംഭിച്ചു. എന്നാൽ വിലവർധനയും നികുതി ഭാരം കൂടിയതും കാരണം ജനങ്ങൾക്കിടയിൽ വലിയ അസന്തോഷമുയർന്നു. 2025 ഓഗസ്റ്റിൽ റെനിൽ വിക്രമസിംഘയെ സർക്കാർ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തു. ലണ്ടൻ യാത്രയ്ക്കായി പൊതുപണം വിനിയോഗിച്ചതാണ് പ്രധാന ആരോപണം. ശ്രീലങ്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുൻ പ്രസിഡന്റിനെ ഇത്തരമൊരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയെങ്കിലും ഈ സംഭവം ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചു. വിരുദ്ധ പാർട്ടികൾ വിക്രമസിംഘയുടെ ഭരണരീതിയെ വിമർശിച്ചു. അതേസമയം അദ്ദേഹത്തിന്റെ അനുയായികൾ ഇതിനെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് വിളിച്ചു. രാജ്യത്തിന്റെ ഭാവി തിരഞ്ഞെടുപ്പുകൾക്കും ഇതിന്റെ സ്വാധീനം ഉണ്ടാകുമെന്നതുറപ്പ്. റെനിൽ വിക്രമസിംഘയുടെ ഭരണകാലം ശ്രീലങ്കയുടെ സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയ ചരിത്രത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരായ അഴിമതി കേസ് രാജ്യത്തിന്റെ ഭരണരീതിയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കും വഴിവെക്കുന്നു. പ്രതിസന്ധികൾ എത്രയുണ്ടായാലും ശ്രീലങ്ക വീണ്ടും വളർച്ചയിലേക്ക് മടങ്ങും എന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. പ്രതിസന്ധിയിലായ രാജ്യം, പ്രതിസന്ധിയിലായ നേതാവ്. റെനിൽ വിക്രമസിംഘയുടെ കഥ ഒരു വ്യക്തിയുടെ മാത്രം പോരാട്ടമല്ല, പകരം ഒരു രാജ്യം പുതിയതായി ജന്മം നേടിയെടുക്കുന്നതിന്റെ ശ്രമവും കൂടിയാണ്.